നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഡൽഹിയിലെത്തി. താരങ്ങൾക്ക് വിമാനത്താവളത്തിൽ ആരാധകർ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടീം അംഗങ്ങൾ രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. വൈകിട്ടോടെ മുംബൈയിലെത്തുന്ന ടീം ലോകകപ്പുമായി 1 കിലോമീറ്റർ റോഡ് ഷോ നടത്തുമെന്നും BCCI അറിയിച്ചു. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം കേരളത്തിൽ മരണം. ചികിത്സയിലായിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത്. ജൂൺ 24-നാണ് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 3ആയി. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI സംഘർഷത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഹൈക്കോടതി. കോളേജിനും പ്രിൻസിപ്പാലിനും വിദ്യാർത്ഥികൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കണം. കോളേജ് പ്രിൻസിപ്പലിന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. മലപ്പുറം കൊണ്ടോട്ടിയിലെ മേലെ പുതുക്കോട് കാടേപ്പാടം റോഡിന് ശോചനീയാവസ്ഥ. ജനം TV വാർത്തയെ തുടർന്ന് നടപടി. കുട്ടികൾ കത്തെഴുതിയ വാർത്ത മനസ്സിന് വേദന ഉണ്ടാക്കുന്നതെന്ന് സ്ഥലം MLA ATV ഇബ്രാഹിം. ഉടൻ നടപടി ഉണ്ടാകുമെന്നും MLA ജനം TVയോട് പറഞ്ഞു. ജനം ഇമ്പാക്ട്. കോഴിക്കോട് ബാലുശ്ശേരി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒടുവിൽ കേസെടുത്ത് പോലീസ്. ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയും CPM തുരുത്തിയാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ മിനിക്കെതിരെയാണ് കേസ്. വഞ്ചനാ കുറ്റത്തിനാണ് കേസെടുത്തത്. പരാതിയിൽ നടപടിയെടുക്കാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മറന്ന് മുന്നോട്ട് പോയാൽ CPM ബാക്കി ഉണ്ടാകില്ല എന്ന് സീതാറാം യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കാൻ കോഴിക്കോട് നടന്ന മേഖലാ യോഗത്തിലാണ് യെച്ചൂരിയുടെ ഓർമ്മപ്പെടുത്തൽ. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിമാർ ആണ് യോഗത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം പാറശാല സ്വദേശികളായ അജി വിദ്യ ദമ്പതികളുടെ മകൻ 4.5 വയസ്സുകാരൻ റയാന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുംബം സഹായധനം തേടുന്നു. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ് റയാൻ. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഡിവിഷൻ ഹർജിയിൽ ഇന്നും ഹൈക്കോടതി മുൻപാകെ വാദം തുടരും. സർക്കാരിനെ കക്ഷി ചേർത്ത് ഹർജിയിൽ ഭേദഗതി വരുത്തണമെന്ന അപേക്ഷ മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കോട്ടയത്തെ വികസന മുരടിപ്പിന്റെ സ്മാരകമായ ആകാശപാത പൊളിച്ചു മാറ്റണമെന്ന് CPM, നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് കോൺഗ്രസും. ആകാശപാത ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളിലും വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് BJPയുടെ നിലപാട്. കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബ്, കോടിമത 2ാം പാലം, ബോട്ട് ജെട്ടി തുടങ്ങിയവയെല്ലാം കോട്ടയത്തെ പാതി വഴിയിൽ നിലച്ച പദ്ധതികൾ തന്നെ. പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിയ TP കേസ് പ്രതിക്ക് യാത്രയയപ്പ് നൽകി ഗുണ്ടാ സംഘങ്ങൾ. TP വധക്കേസിലെ 5ാം പ്രതി മുഹമ്മദ് ഷാഫിക്ക് യാത്രയയപ്പ് നൽകാനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ ഗുണ്ടാ സംഘങ്ങൾ ഒത്തുകൂടിയത്. പിന്നാലെ ഷാഫി സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം കാരണം മരണങ്ങൾ പതിവായ തിരുവനന്തപുരം മുതലപ്പുഴയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ യോഗം വിളിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കും. തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുന്ന മുതലപ്പുഴ നേരിട്ടെത്തി സന്ദർശിച്ച ശേഷമാണ് ജോർജ് കുര്യൻ യോഗത്തിൽ പങ്കെടുക്കുക. ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗം ബഹിഷ്കരിച്ച അധ്യാപക സംഘടനകളെ വെല്ലുവിളിച്ച സർക്കാർ. അടുത്ത ക്ലസ്റ്റർ യോഗവും ശനിയാഴ്ച ദിവസം. വിട്ടുനിന്നാൽ അടുത്ത യോഗത്തിന്റെ ചെലവ് അധ്യാപകർ നേരിട്ട് വഹിക്കണമെന്നും മുന്നറിയിപ്പ്. പ്രവൃത്തിദിന പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അസ്വസ്ഥതകൾ രൂക്ഷമാകുമെന്ന് അധ്യാപക സംഘടനകൾ.
തലശ്ശേരി ഫസൽ വധക്കേസിൽ സാക്ഷി വിസ്താരം ഒക്ടോബറിൽ ആരംഭിക്കും. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസ് RSSനെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കങ്ങൾ CBI അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. CPM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കം 8 പ്രതികളാണ് കേസിലുള്ളത്. ഒക്ടോബർ 3-ന് വിചാരണ നടപടികൾ ആരംഭിക്കും. കണ്ണൂർ കാനത്തൂരിൽ അനധികൃതരുടെ അവഗണനയിൽ ശോചനീയാവസ്ഥയിലായി അംഗൻവാടി. മേൽക്കൂര പൂർണ്ണമായി തകരുകയും അംഗൻവാടി കെട്ടിടം ചോർന്നൊലിക്കുന്നതും പതിവാണ്. അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് അംഗൻവാടി ജീവനക്കാരും നാട്ടുകാരും. മതസംവരണത്തിനും ന്യൂനപക്ഷ പ്രീണനത്തിനുമെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. സംവരണ വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്ന മുസ്ലിം സംവരണം അവസാനിപ്പിക്കണമെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിവിധ സമുദായ സംഘടനാ നേതാക്കളും സമ്മേളനത്തിന് പിന്തുണ നൽകാനെത്തി. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി അപ്പോളോ ആശുപത്രിയിലാണ് അദ്വാനിയെ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതായും പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കളുമായി ബൈഡൻ സംസാരിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വാർത്ത നിഷേധിച്ച് ബൈഡന്റെ പ്രചാരണ വിഭാഗം രംഗത്തെത്തി. ഹിജറ പുതുവർഷം പ്രമാണിച്ച് UAE-യിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ഞായറാഴ്ച അവധി. UAE മാനവവിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത്. ശമ്പളത്തോടു കൂടിയ അവധിയാണ് ലഭിക്കുക. ഒമാനിലെ പൊതു സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഞായറാഴ്ച അവധി നൽകിയിട്ടുണ്ട്. ഹിജറ വർഷത്തിലെ അവസാന മാസമായ ദുൽഹിജ്ജയുടെ മാസപ്പിറവി ജൂൺ 8-നായിരുന്നു. ഇതുപ്രകാരം ജൂലൈ 7-നായിരിക്കും മുഹറം 1 എന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ മാസപ്പിറവി ദൃശ്യമായാൽ മാത്രമേ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഹിജറ വർഷാരംഭത്തിന്റെ ഭാഗമായി കുവൈറ്റിലും ഞായറാഴ്ച പൊതു അവധി നൽകി. എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ പൊതുസ്ഥാപനങ്ങളും ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരുന്നു. ജൂലൈ 8 തിങ്കളാഴ്ച ഔദ്യോഗിക പ്രവൃത്തി ദിനം പുനരാരംഭിക്കും. അതേസമയം അടിയന്തര സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക പരിപാടികളിൽ കുവൈറ്റ് പതാകയും ദേശീയഗാനവും മാത്രം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകി കുവൈറ്റ് മന്ത്രിസഭ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഏത് ഔദ്യോഗിക പരിപാടിയിലും ദേശീയ പതാകയും ദേശീയ ഗാനവും മാത്രമേ ഉപയോഗിക്കാവൂ. ദേശീയ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭ പുതിയ നിർദ്ദേശം നൽകിയത്. ഔദ്യോഗിക അവസരങ്ങളിൽ മറ്റ് രാജ്യത്തിന്റെ പതാക ഉയർത്തുന്നതിനും ദേശീയഗാനം ആലപിക്കുന്നതിനും മന്ത്രിസഭ വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ എല്ലാ സർക്കാർ ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാണെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ മംഗഫ് തീപിടുത്ത കേസിൽ അറസ്റ്റിലായവരുടെ തടങ്കൽ നീട്ടി. 15 പേരുടെ തടങ്കൽ കാലാവധിയാണ് നീട്ടിയത്. 3 ഭാരതീയരും തടങ്കലായവരിൽ ഉൾപ്പെടും. കുവൈറ്റിലെ പ്രവാസികൾക്ക് കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന കാര്യം പരിഗണനയിലെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. ഡിജിറ്റൽ ലൈസൻസ് പല ഗൾഫ് രാജ്യങ്ങളും അംഗീകരിക്കാത്തതിനാൽ കരമാർഗം കുവൈറ്റ് വിടുന്ന പ്രവാസികൾക്ക് നേരത്തെ പ്രയാസങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഒമാനിൽ ഈ മാസം 19 മുതൽ പ്രസവ അവധി പ്രവാസികൾക്ക് ലഭിക്കും.
സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഈ അവധി ബാധകമാണെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും പ്രവാസികളുമായ വനിതാ ജീവനക്കാർക്ക് പ്രസവാവധി ഇൻഷുറൻസിലൂടെയോ 98 ദിവസത്തെ ശമ്പളത്തോടു കൂടിയോ ആണ് ലഭിക്കുക. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ 43 കോടി ദിർഹം ചെലവഴിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ ഒരുങ്ങി ദുബായ്. ഹാർബറിലേക്ക് പാലം വരുന്നതോടെ യഥാസമയം 9 മിനിറ്റ് ലാഭിക്കാം. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ദുബായ് ഹാർബറിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്ന വിധത്തിൽ 2 വരി പാതയുണ്ടാകും. 43 കോടി 10 ലക്ഷം ദിർഹമാണ് ആകെ ചെലവ്. വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രോവിൻസ് വാർഷിക സമ്മേളനം നടന്നു. ലാൽ ഭാസ്കർ, സുധീർ സുബ്രഹ്മണ്യൻ, ചാൾസ് പോൾ, തമ്പി തോമസ്, PS ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് പ്രൊവിൻസിന്റെ ഓണപരിപാടികൾ ഒക്ടോബർ 6 നടത്താൻ തീരുമാനിച്ചു. ദുബായ് താമസക്കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രായമായവർക്ക് ആദരവ്, നിങ്ങളുടെ സംതൃപ്തിയാണ് സ്വർഗം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യാന്തര പേരിൽ ഇനി അറിയുക പുതിയ പേരിൽ. IN എന്നത് ഇന്ത്യയും NYY എന്നത് പദ്ധതി പ്രദേശം ഉൾപ്പെട്ട നെയ്യാറ്റിൻകരയും 1 എന്നത് കോഡിനെയുമാണ് അർത്ഥമാക്കുന്നത്. കോഡ് ലഭ്യമായതോടെ ലോജിസ്റ്റിക് സാധ്യത വർദ്ധിച്ചതായി അധികൃതർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴിയുള്ള പുതിയ രജിസ്ട്രേഷൻ നിർത്തി. ജൂൺ 30 ചികിത്സാ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞിരുന്നു. ഇതുമൂലം പദ്ധതി മുഖേന ചികിത്സ തേടിയിരുന്ന നിരവധി പേർ ദുരിതത്തിലായി. റാപ്പിഡ് ന്യൂസ് ഇതോടെ പൂർണ്ണമാകുന്നു.